നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദക്ഷിണ ചൈനയിലും ഫിലിപ്പീൻസിലും നാശം വിതച്ച് രഗസ ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റ് ഭീതി വിടർത്തിയിരിക്കുകയാണ്. ചൈനയിലും ഫിലിപ്പീൻസിലും അടക്കമുള്ള രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള ആശങ്കയിലൂടെ ജനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. തായ്വാനിൽ ചുഴലിക്കാറ്റ് കെടുതിയിൽ 17ഓളം പേരാണ് മരിച്ചത്. 150ലേറെ പേർക്ക് പരിക്കേറ്റു. മുന്നറിയിപ്പിനെ തുടർന്ന് 20 ലക്ഷം പേരെ ഒഴിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഫിലിപ്പീൻസിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ 3 പേർക്ക് ജീവൻ നഷ്ടമായി. ഫിലിപ്പീൻസിൽ നാശം വിതച്ചതിന് പിന്നാലെയാണ് ദക്ഷിണ ചൈനീസ് തീരത്ത് രഗാസ ആഞ്ഞടിച്ചതെന്നതും ഏറ്റവും ശ്രദ്ധേയം. ഈ വർഷത്തെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റുകളിൽ ഒന്നായി രഗാസ മാറിയിരിക്കുകയാണ്. ഹോങ്കോങ്ങിലും തായ്വാനിലും തെക്കൻ ചൈനീസ് തീരത്തും ജനജീവിതം സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളെല്ലാം താറുമാറായി. ശക്തമായ കാറ്റിൽ കെട്ടിടങ്ങളും വീടുകളും തകർന്ന് തരിപ്പണമായി. തായ്വാനിലെ കിഴക്കൻ ഹുവാലിയൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം കനത്ത മഴയെ തുടർന്ന് തടയണ തകർന്ന് ഗാങ്ഫു ടൗൺഷിപ്പിലേക്ക് വെള്ളം കുതിച്ചെത്തുന്ന സാഹചര്യമുണ്ടായി. നിരവധി വീടുകൾ, റോഡുകൾ ഒലിച്ചുപോയി. വെള്ളം കുത്തിയൊഴുകിയതോടെ പല പാലങ്ങളും തകരുന്ന സാഹചര്യമുണ്ടായി. 10ലധികം നഗരങ്ങളിലെ സ്കൂളുകൾ, ഫാക്ടറികൾ അടയ്ക്കുന്ന സാഹചര്യമുണ്ടായി. അപകട സാധ്യതയെ തുടർന്ന് 4 ലക്ഷം പേരെ പ്രദേശത്ത് നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്തു. 500ലധികം വിമാനങ്ങൾ റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി. 1.5 ലക്ഷത്തോളം യാത്രക്കാരെയാണ് ഇത് സാരമായി ബാധിച്ചത്. ഹോങ്കോങ്ങിലും മക്കോവോയിലും 500ലധികം വിമാന സർവീസുകളാണ് രഗാസ ചുഴലിക്കാറ്റിനെ തുടർന്ന് റദ്ദാക്കിയത്. ചുഴലിക്കാറ്റിൽ 100ലേറെ പേർക്ക് പരിക്കേറ്റു എന്ന വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഒരുപാട് പേരെ കാണാതായി. ഈ കാണാതായവരെ കണ്ടെത്തുക, അതിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മണിക്കൂറിൽ 195 കിലോമീറ്റർ വേഗതയിലാണ് രഗാസ വീശുന്നത്. ഹോങ്കോങ്ങിന്റെ തെക്ക് ഭാഗത്ത് 100 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇത് തുടരുന്നത്. ഹോങ്കോങ്ങിന്റെ നിരീക്ഷണ കേന്ദ്രമാണ് വ്യക്തമാക്കുന്നത്. കൂടുതൽ വിവരങ്ങളൊക്കെ. കിഴക്കൻ തായ്വാനിൽ ചൊവ്വാഴ്ച കനത്ത നാശമാണ് രഗാസ വിതച്ചത്. കര തൊട്ടതോടെ ശക്തി അല്പമൊന്ന് കുറഞ്ഞു. പക്ഷേ പ്രഹരശേഷി അല്പം പോലും ചുഴലിക്കാറ്റിന് കുറവ് വന്നിട്ടില്ലാത്തതാണ് സാഹചര്യം വളരെ രൂക്ഷമാക്കുന്നതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ശക്തം എന്നതിന് ഫിലിപ്പിനോ ഭാഷയിൽ അർത്ഥമാക്കുന്നതാണ് രഗാസ എന്ന വാക്ക്. അതായത് ചുറ്റിക്കറങ്ങി വൻ നാശം വിതയ്ക്കുന്ന ശക്തമായ കാറ്റ്. അത്തരത്തിലുള്ള അർത്ഥത്തിലാണ് ഈ സൂപ്പർ ടൈഫൂണിന് രഗാസ എന്ന പേര് നൽകിയത്. ഫിലിപ്പീൻസിൽ നന്ദോ എന്നാണ് രഗാസയെ വിളിക്കുന്നത്. 1,40,000 യാത്രക്കാരാണ് വിമാന സർവീസുകൾ ഈ ഒരു രഗാസ കാരണം തടസ്സപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 48 മണിക്കൂറായി പലയിടങ്ങളിലായിട്ട് യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കനത്ത ആശങ്കയാണ് രഗാസ വിതച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ 20% വിമാന സർവീസുകൾ വീണ്ടും തുടങ്ങാനാകും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. എന്തായാലും നിരീക്ഷിക്കുന്നുണ്ട് അധികൃതർ. കൂടുതൽ ശാന്തമായ മാത്രമേ അത്തരത്തിലൊരു നടപടിയിലേക്ക്, അതായത് യാത്ര തുടരുക എന്ന രീതിയിലേക്കൊക്കെ കടക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ദക്ഷിണ ചൈനയിലും ഫിലിപ്പീൻസിലും നാശം വിതച്ച് രഗാസ ചുഴലിക്കാറ്റ് ആഞ്ഞു വീശുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ആശങ്ക വിതയ്ക്കുന്ന, മനുഷ്യന്റെ ജീവന് തന്നെ ഭീഷണിയാവാൻ സാധ്യതയുള്ള കൊടുങ്കാറ്റ് ഇത്തരത്തിൽ നിൽക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക തന്നെയാണ് മറ്റുള്ളവർക്ക് വിതയ്ക്കുന്നത്. അതേസമയം നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ മഞ്ഞ അലർട്ട്. 27-ാം തീയതി മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്.
വടക്കൻ ഒഡീഷ, വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഗംഗാതട പശ്ചിമ ബംഗാളിനും മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. വരുന്ന മണിക്കൂറിനുള്ളിൽ ഇത് ദുർബലമാകാനും സാധ്യതയുണ്ട്. മ്യാൻമാർ തീരപ്രദേശങ്ങളും അതിനോട് ചേർന്നുള്ള കിഴക്കൻ മധ്യബംഗാൾ ഉൾക്കടലിന് മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് പടിഞ്ഞാറ് ദിശയിലേക്ക് ക്രമേണ നീങ്ങി ഇന്ന് വടക്കൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള മധ്യ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി പുതിയ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. തുടർന്ന് ഇത് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങും. അതിനുശേഷം നാളെ തെക്കൻ ഒഡീഷ, വടക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങൾക്ക് സമീപമുള്ള വടക്കു പടിഞ്ഞാറൻ അതിനോട് ചേർന്നുള്ള പടിഞ്ഞാറൻ മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി വീണ്ടും ശക്തിപ്പെടാനും സാധ്യതയുണ്ട്. മാത്രമല്ല 27-ാം തീയതിയോടെ ഇത് തെക്കൻ ഒഡീഷ, വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്ത് കരയിൽ പ്രവേശിക്കാൻ സാധ്യത ഉണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വരുന്ന 5 ദിവസം നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. മാത്രമല്ല 27-ാം തീയതി വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തീർച്ചയായിട്ടും ഈ കാലാവസ്ഥാ വ്യതിയാനം കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. അതായത് 24-ാം തീയതി വരെയാണ് ഉള്ളതെങ്കിൽ പോലും ജാഗ്രതയോടെ ആയിരിക്കണം. കാലാവസ്ഥ മഴയൊക്കെ ശക്തമാകുന്ന സാഹചര്യത്തിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള സാഹചര്യത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കുക. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. മാത്രമല്ല തീരശോഷണത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല 27-ാം തീയതി വരെ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതു ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി മനസ്സിലാക്കി വെക്കുക. ഈ കാറ്റത്ത് മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാൻ പാടുള്ളതല്ല. മരച്ചുവട്ടിൽ വാഹനങ്ങളും പാർക്ക് ചെയ്യരുത്. വീട്ടുവളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കുക. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുക. ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവയും കാറ്റിൽ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചുവെക്കുകയോ ചെയ്യുക. മഴയും കാറ്റും ഉള്ളപ്പോൾ ഇതിന്റെ ചുവട്ടിന് സമീപത്ത് നിൽക്കുകയോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയോ അരുത്. ചുമരിലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലെയുള്ള കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയറുപയോഗിച്ച് കെട്ടിവെക്കേണ്ടതാണ്. ജാഗ്രതയോടെ ആയിരിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.